ഒന്നാം വർഷ ഗണിതത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് കോംപ്ലിമെൻ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ യു എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഏത് സെറ്റാണോ നമ്മൾ എടുക്കുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ കളക്ഷൻ നമുക്ക് കിട്ടും. ആ വലിയ കളക്ഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ കാര്യം പറയുന്നത്. അപ്പോൾ അതുപോലെ ഇവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സബ്സെറ്റാണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് പറയുന്ന കാര്യം എന്താണ്? അതും ഒരു കളക്ഷൻ തന്നെയാണ് വരിക, ഒരു സെറ്റ് തന്നെയാണ് വരിക. ആ സെറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലെ എലമെൻറ്റുകളെല്ലാം യൂണിവേഴ്സൽ സെറ്റിൽ ഉണ്ടായിരിക്കും. പക്ഷേ ആ എലമെൻറ്റുകളൊന്നും ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടായിരിക്കുകയില്ല. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലുള്ള എല്ലാ എലമെൻറ്റുകളെയും മാറ്റി നിർത്തിയാൽ ബാക്കി നിൽക്കുന്ന കളക്ഷനാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ ആശയമായിട്ട് കിട്ടുന്നത്. അപ്പം നമുക്ക് മറ്റൊരു രീതിയിൽ ഇതിനെ ചിന്തിക്കാം. രണ്ട് സെറ്റുകൾ തന്നാൽ അതിൻ്റെ ഡിഫറൻസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുമായി ഇത് കണക്ട് ചെയ്യുമ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞ കാര്യത്തിനെ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ രീതിയിൽ ചിന്തിക്കാം. അതിൻ്റെ ഡെഫിനിഷനും അതുപോലെയുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണുന്നത്. നമുക്ക് ആ ഡെഫിനിഷനിലൂടെ ഒന്ന് പോയി നോക്കാം. എന്താണ് അതിൻ്റെ ആശയം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഡെഫിനിഷനിലും ഇതേ കാര്യം തന്നെയാണ് അവിടെ പ്രതിപാദിക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ആ ഡെഫിനിഷനിലൂടെ ഒന്ന് പോയി നോക്കാം. ലെറ്റ് യു ബി ദ യൂണിവേഴ്സൽ സെറ്റ്. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ക്യാപിറ്റൽ എ സബ്സെറ്റ് ഓഫ് യു. യു എന്ന് പറയുന്നതിൻ്റെ സബ്സെറ്റ് ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന കളക്ഷൻ. ദെൻ ദ കോംപ്ലിമെന്റ് ഓഫ് എ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഓഫ് യു. യുവിലുള്ള എല്ലാ എലമെന്റ്സുകളുടെയും കളക്ഷൻ വരും. വിച്ച് ആർ നോട്ട് ദ എലമെന്റ്സ് ഓഫ് ക്യാപിറ്റൽ എ. പക്ഷേ ആ കളക്ഷനിൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. സിംബോളിക്കലി വി റൈറ്റ് എ കോംപ്ലിമെന്റ്. അപ്പോൾ മുകളിലൊരു ഡാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യത്തെയാണ്. എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു യു ആൻഡ് എക്സ് ഡസ് നോട്ട് ബിലോങ്സ് ടു എ. എക്സുകളുടെ കളക്ഷനാണ് എ കോംപ്ലിമെന്റിൽ ഉണ്ടായിരിക്കുക. ആ എക്സിന്റെ പ്രത്യേകത എന്താണ്? യുവിൽ ഉണ്ടായിരിക്കും, പക്ഷേ അത് എയിൽ ഉണ്ടായിരിക്കുകയില്ല. ഇതിന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, യു മൈനസ് എ. അതിൻ്റെ വെൻ ഡയഗ്രത്തിലൂടെയുള്ള ചിത്രീകരണമാണ് ബോർഡിൽ നെക്സ്റ്റ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഫിഗർ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞ കാര്യം കാണാം. അതാണ് യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ ആശയമായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് ഒരു ക്ലോസ്ഡ് ഫിഗർ കാണാം. ആ ക്ലോസ്ഡ് ഫിഗർ ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന സെറ്റ് വരുന്നത്. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ റെക്റ്റാങ്കിൾ മുഴുവനായിട്ട് വരും. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ലോസ്ഡ് ഫിഗർ മാത്രമാണ്. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ബാക്കി നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുള്ള ഭാഗമാണ് എന്തായിട്ട് വരുന്നത്? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയമായിട്ട് വരുന്നത്. റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു യൂണിവേഴ്സൽ സെറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ ക്യാപിറ്റൽ എ എന്ന് പറയുന്ന കാര്യവും എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്? എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന ആശയം എങ്ങനെ കണ്ടെത്താം? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിഷൻ എന്താണ്? യൂണിവേഴ്സൽ സെറ്റ് മൈനസ് ക്യാപിറ്റൽ എ. യുവിൽ നിന്നും എ മൈനസ് ചെയ്യുക. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? രണ്ട് സെറ്റിലും കോമൺ ആയി വരുന്ന എലമെന്റ് എ മൈനസ് ബി ആണ് ചെയ്യേണ്ടതെങ്കിൽ എയിൽ നിന്നും മാറ്റി നിർത്തുക. ബി മൈനസ് എ ആണ് ചെയ്യേണ്ടതെങ്കിൽ ബിയിൽ നിന്നും മാറ്റി നിർത്തുക. ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യണം. അപ്പോൾ യുവിലുള്ളത് 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സുകളാണ്. എ എന്ന് പറയുന്നതിൽ 1 3 5 7 9. എയിലുള്ള 1 3 5 7 9 എന്ന് പറയുന്ന എലമെന്റ് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് ചെയ്യുക? നമ്മൾ മാറ്റി നിർത്തുക. മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 2 4 6 8 10. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് 2 4 6 8 10 എന്ന് പറഞ്ഞ കാര്യമാണ്.
അടുത്ത് നമുക്ക് പറയാനുള്ളത് ഒരു നോട്ട് എന്ന് പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഒരു റിമാർക്ക്. റിമാർക്കിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആണെങ്കിൽ എയുടെ കോംപ്ലിമെന്റ് ആയ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നതും യൂണിവേഴ്സൽ സെറ്റിന്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും. ആ കാര്യമാണ് നമ്മൾ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇഫ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് യു, then its complement a complement is also a subset of U. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സം പ്രോപ്പർട്ടീസ് ഓഫ് കോംപ്ലിമെന്റ് സെറ്റ്സ്. കോംപ്ലിമെന്റ് സെറ്റുകളുടെ കുറച്ച് പ്രോപ്പർട്ടീസുകളാണ് നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത്. അതിലാദ്യം നമുക്ക് പറയാനുള്ളത് കോംപ്ലിമെന്റ് ലോസ്. കോംപ്ലിമെന്റ് ലോസ് പറയുന്നത് എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 5. എയും എ കോംപ്ലിമെന്റും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എപ്പോഴും നൾ സെറ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെന്റ് ഈക്വൽ ടു യു. എയും എ കോംപ്ലിമെന്റും തമ്മിൽ യൂണിയൻ എടുത്താൽ കിട്ടുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. സാധാ ലെവലിൽ തന്നെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. എയിൽ ഇല്ലാത്ത ആൾക്കാരാണ് എ കോംപ്ലിമെന്റിൽ ഉണ്ടാവുക. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഇന്റർസെക്ഷൻ എപ്പോഴും എന്തേ വരുള്ളൂ? നൾ സെറ്റേ വരുള്ളൂ. അതുപോലെ എയിൽ ഇല്ലാത്ത എല്ലാ ആൾക്കാരും എ കോംപ്ലിമെന്റിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഡി മോർഗൻസ് ലോ. ഇതൊരു മാത്തമാറ്റീഷ്യന്റെ പേരാണ് ഡി മോർഗൻ എന്ന് പറയുന്നത്. ഈ മാത്തമാറ്റീഷ്യനാണ് ഈ ഒരു ലോ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ പേര് ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞ ആശയം പറയുന്നു. നമുക്ക് ഈ സെക്ഷനിൽ നിന്നും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചോദ്യം ഈ ലോയുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നത്. നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എന്താണ് ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഡി മോർഗൻസ് ലോ പറയുന്നത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതുപോലെ മറ്റൊരു കാര്യം കൂടി അതിൽ വരുന്നുണ്ട്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആയിരിക്കും. ഇതിൻ്റെയൊക്കെ മീനിങ് എന്താണ്? എയും ബിയും നമ്മൾ യൂണിയൻ എടുത്ത് കോംപ്ലിമെന്റ് കണ്ടുപിടിച്ചാലും കോംപ്ലിമെന്റുകൾ തമ്മിൽ ഇന്റർസെക്ഷൻ എടുത്താലും ഒരേ ആശയമാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരേ ആൻസേഴ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യത്തിൽ പറയുന്നതോ ഇന്റർസെക്ഷൻ കണ്ടെത്തിയതിനു ശേഷം അതിന്റെ കോംപ്ലിമെന്റ് എടുത്താലും കോംപ്ലിമെന്റുകൾ തമ്മിൽ യൂണിയൻ എടുത്താലും കിട്ടുന്നത് എന്താണ്? ഒരേ ആശയം തന്നെയാണ് കിട്ടുന്നത്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വെൻ ഡയഗ്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ പ്രൂഫൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മൂന്നാമത് പറയുന്നത് ലോ ഓഫ് ഡബിൾ കോംപ്ലിമെന്റേഷൻ. എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. ഒരു സെറ്റിനെ 2 തവണ കോംപ്ലിമെന്റിലേക്ക് കണക്ട് ചെയ്താൽ അത് ഒറിജിനൽ സെറ്റ് തന്നെയായി മാറുന്നു. ലാസ്റ്റ് പറയുന്നത് ലോ ഓഫ് ഫൈ ആൻഡ് യു. ഫൈ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണെന്ന് നമുക്കറിയാം. യു എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റ് ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ മുകളിലുള്ള ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിമെന്റ് ഭാഗത്ത് വരുന്നത് ഫൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു ആയിരിക്കും. യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ആയിരിക്കും. നിങ്ങൾ ആലോചിക്കുക, ഫൈ കോംപ്ലിമെന്റ്, ഫൈ എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. ഫൈ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? നൾ സെറ്റ് അല്ലാത്തത് എല്ലാതും, അതായത് എന്ത് വരും? എല്ലാ കളക്ഷനും വരും, അതായത് യൂണിവേഴ്സൽ സെറ്റ് വരും. യു കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും വലിയ സെറ്റാണ് യു. യുവിന് അകത്തില്ലാത്ത കളക്ഷനാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാ കളക്ഷൻസുകളും എവിടെ വരും? യൂണിവേഴ്സൽ സെറ്റിൽ വരും. അപ്പം അതിന് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തേ വരുള്ളൂ? നൾ സെറ്റ് തന്നെയാണ് വരികയുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അതിലെ ഒന്നാമത്തെ ചോദ്യമാണ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. യു എന്ന് പറയുന്ന സെറ്റിനകത്ത് 1 2 3 4 5 6 7 8 9 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സുകളുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് 1 2 3 4, ബി എന്ന് പറയുന്ന സെറ്റ് 2 4 6 8, സി എന്ന് പറയുന്ന സെറ്റ് 3 4 5 6. നമുക്ക് കണ്ടെത്തേണ്ടത് എ കോംപ്ലിമെന്റ് കാണണം, ബി കോംപ്ലിമെന്റ് കാണണം, എ യൂണിയൻ സി കോംപ്ലിമെന്റ് കാണണം, എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കാണണം, എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് കാണണം, ബി മൈനസ് സി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ സബ് ക്വസ്റ്റ്യൻസുകളായിട്ടൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യത്തിലേക്ക് പോകുമ്പോൾ എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? എ എന്ന് പറയുന്ന കാര്യം മൈനസ് ചെയ്യുക. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മൈനസ് ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിയിലെ എലമെന്റുകൾ മൈനസ് ചെയ്ത് നിർത്തുക. ബിയിൽ 2 4 6 8 ആണ്. അപ്പോൾ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നതിൽ ഇനി എന്ത് വരാൻ പാടില്ല? 2ഉം 4ഉം 6ഉം 8ഉം വരാൻ പാടില്ല. അല്ലാത്ത എലമെന്റുകൾ മാത്രം എടുക്കുക. സെറ്റ് 1 3 5 7 9. ഇനി മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചെയ്യേണ്ടത് എന്താണ്? എ യൂണിയൻ സി കോംപ്ലിമെന്റ് ആണ് ചെയ്യാനുള്ളത്. അതിനാദ്യം നിങ്ങൾ
എ യൂണിയൻ സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. രണ്ട് സെറ്റുകൾ തമ്മിലുള്ള യൂണിയൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താണ് വരിക? എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4, സി എന്ന് പറയുന്ന സെറ്റിൽ 3 4 5 6. യൂണിയൻ എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? രണ്ട് സെറ്റിലെയും എലമെന്റുകൾ ലിസ്റ്റ് ചെയ്യും, ആവർത്തിച്ചു വരുന്നത് ഒരു തവണ മാത്രം എഴുതും. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ സി എന്ന് പറയുന്നത് സെറ്റ് 1 2 3 4 5 6 അങ്ങനെ ഒരു ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. പരമാവധി ആ ഒരു ഓർഡർ തന്നെ എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എ യൂണിയൻ സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കാണണമെങ്കിൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ യൂണിയൻ സിയിലെ എലമെന്റുകൾ മൈനസ് ചെയ്യുക. എ യൂണിയൻ സിയിൽ 1 മുതൽ 6 വരെയുണ്ട്, യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 9 വരെയുണ്ട്. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ ബാക്കി വരുന്ന എലമെന്റുകൾ ഏതൊക്കെയാണ്? 7 8 9. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എ യൂണിയൻ സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ആദ്യം എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എയിലും ബിയിലുമുള്ള എലമെന്റ്സുകളൊന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ 1 2 3 4 ഉണ്ട്, ഇവിടെ അങ്ങനെ 2 4 6 8 ഉണ്ട്. അപ്പോൾ രണ്ടിലെയും എലമെന്റ്സുകൾ ലിസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ 1 വരും, 2 വരും, 3 വരും, 4 വരും, 6 വരും, 8 വരും. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബിയിലെ എലമെന്റുകൾ 1 2 3 4 6 8 ആണ് വരുന്നത്. അത് നമ്മൾ എവിടെ നിന്ന് മൈനസ് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. 5 വരും, 7 വരും, 8 വരും. അഞ്ചാമത്തെ സബ് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളത് ആദ്യം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ കാര്യം വരുമ്പോൾ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എനെ മൈനസ് ചെയ്യുക. അതായത് 1 2 3 4 എന്ന് പറയുന്നത് യുവിൽ നിന്ന് മാറ്റി നിർത്തുക. ബാക്കി വരുന്നത് 5 6 7 8 9. എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്സ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ കോംപ്ലിമെന്റിൽ എലമെന്റ്സുകൾ മാറ്റി നിർത്തുക. ഏതൊക്കെ എലമെന്റ് മാറ്റണം? നമ്മൾ 5 തൊട്ട് 9 വരെയുള്ള എലമെന്റുകൾ മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയാൽ കിട്ടുന്നത് 1 വരും, 2 വരും, 3 വരും, 4 വരും. ഇത് ശരിക്കും എന്ത് തന്നെയാണ്? എ എന്ന് പറയുന്ന സെറ്റ് തന്നെയാണ്. സിക്സ്ത് സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ ബി മൈനസ് സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. ബിയിലും സിയിലും കോമൺ ആയുള്ള എലമെന്റ് ഏതൊക്കെയാണ് വരുന്നത്? 4 എന്ന് പറയുന്ന എലമെന്റ്, 6 എന്ന് പറയുന്ന എലമെന്റ്. 4 എന്ന് പറയുന്ന എലമെന്റ്, 6 എന്ന് പറയുന്ന എലമെന്റ്, അത് രണ്ടും കോമൺ ആണ്. ബി മൈനസ് സി ആയതുകൊണ്ട് ബിയിൽ നിന്നും 4ഉം 6ഉം എന്ത് ചെയ്യുക? നമ്മൾ ഒഴിവാക്കി നിർത്തുക. അപ്പോൾ ബാക്കി വരുന്നത് 2 വരും, 8 എന്ന് പറയുന്ന കാര്യം വരും. ബി മൈനസ് സി കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടെത്താനുള്ളത്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി മൈനസ് സിയുടെ എലമെന്റുകൾ മാറ്റി നിർത്തണം. ഏതൊക്കെ എലമെന്റുകളാണ് വരിക? 2ഉം 8ഉം ആണ് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരിക. 1 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും, 9 വരും. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. യൂണിവേഴ്സൽ സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ളത് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഇത്രയും എലമെന്റുകളാണ് യൂണിവേഴ്സൽ സെറ്റിനകത്തുള്ളത്. ഇതിലെ നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് താഴെ കുറച്ച് സെറ്റുകൾ തന്നിട്ടുണ്ട്. ആ സെറ്റുകളുടെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ആദ്യത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് എന്താണ്? എ എന്ന് പറയുന്ന സെറ്റ് എയും ബിയും സിയും ആണ് ഉള്ളത്. അതിന്റെ കോംപ്ലിമെന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് അതിന്റെ കോംപ്ലിമെന്റ് ഒന്ന് കണ്ടെത്താം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ മൈനസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എയും ബിയും സിയും ആണ് എവിടെ നിന്ന് മൈനസ് ചെയ്യേണ്ടത്? യുവിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും പോയി ബാക്കിയുള്ള എലമെന്റുകളൊക്കെ നമ്മുടെ കളക്ഷനിൽ വരും. അപ്പൊ ഏതൊക്കെയാണ് വരിക? സെറ്റ് ഡി ഇ എഫ് ജി എച്ച്. രണ്ടാമത്തെ സെറ്റ് തന്നിരിക്കുന്നത് ബി എന്ന് പറയുന്ന സെറ്റാണ്. അതിൽ എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, എ ഉണ്ട്, ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിന്റെ കോംപ്ലിമെന്റ് കാണണം. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി എലമെന്റ് മാറ്റി നിർത്തിയാൽ മതി. അപ്പോൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എഫ് ജി എച്ച് എ എന്ന് പറഞ്ഞ എലമെന്റുകളൊക്കെ മാറ്റി നിർത്തുക. അപ്പോൾ ബാക്കി വരുന്നത് ബി വരും, സി വരും, ഡി വരും, ഇ വരും. മൂന്നാമത്തെ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് സി എന്ന് പറയുന്നത് ഡി ഇ എഫ് ജി ആണ്. നമുക്ക് കാണേണ്ടത് സി കോംപ്ലിമെന്റ് ആണ്. അതായത് യൂണിവേഴ്സൽ സെറ്റ് മൈനസ് സി ഈക്വൽ ടു എന്തൊക്കെയാണ് നമ്മുടെ കളക്ഷനിൽ വരിക? ഡിയും ഇയും എഫും ജിയും ഇവിടെ ഉണ്ട്. അപ്പൊ അല്ലാത്ത എലമെന്റുകൾ എ വരും, ബി വരും,
സി വരും. ഡിയും ഇയും എഫ് അവിടെ ഉണ്ട്, ജിയും അവിടെ ഉണ്ട്. പിന്നെ ഏതാ വരുന്നത്? എച്ച് എന്ന് പറയുന്ന ആശയം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞ കാര്യം തന്നിട്ടുണ്ട് 1 മുതൽ 9 വരെ. എ എന്ന് പറയുന്ന സെറ്റിനകത്ത് 2, 4, 6, 8. ബി എന്ന് പറയുന്ന സെറ്റിനകത്ത് 2, 3, 5, 7. നമുക്ക് 2 സബ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻസുകളാണ്. ആദ്യത്തത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടാമത്തത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയിലേക്ക് വരണം. ഇത് ശരിക്കും ഡി മോർഗൻസ് ലോ എന്ന് പറയുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു കാര്യമാണ് നമുക്ക് എക്സാമിനേഷനിലെ ക്വസ്റ്റ്യൻസുകളിലേ കാണാറുള്ളൂ. കൂടുതലും ആദ്യത്തെ സെക്ഷനാണ് വരുന്നത്. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വെരിഫൈ ചെയ്യാനാണ് ചോദിക്കാറുള്ളത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സെക്ഷനിലുള്ള ഒരു മോഡൽ ചോദ്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ വെരിഫിക്കേഷൻ ചെയ്യുക എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യുന്ന സമയത്ത് 2 എന്ന് പറയുന്ന എലമെന്റ് വരും, 3 എന്ന് പറഞ്ഞ എലമെന്റ് വരും, 4 എന്ന് പറഞ്ഞ എലമെന്റ് വരും, 5 എന്ന് പറഞ്ഞ എലമെന്റ് വരും, 6 എന്ന് പറഞ്ഞ എലമെന്റ് വരും, 7 എന്ന് പറഞ്ഞ എലമെന്റ് വരും, 8 എന്ന് പറഞ്ഞ എലമെന്റ് വരും. ഒരു ഓർഡറിലാണ് ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പില് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബി മൈനസ് ചെയ്യുക. 2 മുതൽ 8 വരെയുള്ള എലമെന്റുകൾ ഇതിനകത്തുണ്ട്. ഇത് നമ്മൾ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി നിൽക്കുന്നത് 1 എന്ന് പറയുന്ന നമ്പറും 9 എന്ന് പറയുന്ന നമ്പറും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മള് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ് ലെഫ്റ്റ് സൈഡ് നിലനിൽക്കുന്നത്. അത് മുഴുവനായിട്ട് കണ്ടെത്തൽ കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ ഒരു ഒന്നാമത്തെ ഇക്വേഷൻ ഒക്കെ ആയിട്ട് ഇടാം. അടുത്ത് ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എ എന്ന് പറഞ്ഞ സെറ്റിലെ എലമെന്റുകൾ മൈനസ് ചെയ്യുക. അതായത് 2ഉം 4ഉം 6ഉം 8ഉം എവിടെ നിന്ന് മൈനസ് ചെയ്യണം? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യണം. ബാക്കി വരുന്നത് 1 വരും, 3 വരും, 5 വരും, 7 വരും, 9 വരും. അടുത്തത് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബി മൈനസ് ചെയ്യുക. അപ്പൊ 2ഉം 3ഉം 5ഉം 7ഉം ആണ് നമുക്ക് ഒഴിവാക്കേണ്ടി വരിക. അപ്പോൾ 1 വരും, 4 വരും, 6 വരും, 8 വരും, 9 വരും. അടുത്ത സ്റ്റെപ്പ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. 2 സെറ്റിലും കോമൺ ആയി കാണുന്നത് മാത്രം ലിസ്റ്റ് ചെയ്യുക. ഏതൊക്കെയാണ് കോമൺ ആയി കാണുന്നത്? 1 എന്ന് പറയുന്നത് കോമൺ ആണ്, 9 എന്ന് പറയുന്നത് കോമൺ ആണ്. അപ്പൊ ആ കളക്ഷനകത്ത് 2 നമ്പേഴ്സുകളാണ് വരിക, 1ഉം 9ഉം. ഞാൻ ഇതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കുകയാണ്. രണ്ടാമത്തെ ഇക്വേഷൻ ആക്കാനുള്ള കാരണം റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. അതാണ് നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളൊരു കാര്യം നോക്കി നോക്കൂ. ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസറുകൾ ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? Therefore എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടാമത്തെ സബ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയി വരുന്ന എലമെന്റ് മാത്രം ലിസ്റ്റ് ചെയ്യാം. എയിലും ബിയിലും കോമൺ ആയിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ആകെ ഒരേ ഒരു എലമെന്റ് കാണാൻ വേണ്ടി പറ്റുള്ളൂ, 2 എന്ന് പറയുന്ന എലമെന്റ് മാത്രം. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ ആൻസർ എന്തായിരിക്കും? സെറ്റ് 2. അടുത്ത സ്റ്റെപ്പ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. കോംപ്ലിമെന്റ് കാണണമെങ്കിൽ എന്താണ് ഡെഫിനിഷൻ പറയുന്നത്? യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യുക? എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യുക. എ ഇന്റർസെക്ഷൻ ബി മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? 2വിനെ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി നിർത്തുക. അപ്പോൾ ബാക്കി ഏതൊക്കെ വരും? 1 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും, 8 വരും, 9 വരും. ഇത് നമ്മുടെ വെരിഫിക്കേഷന്റെ ലെഫ്റ്റ് സൈഡ് ആയതുകൊണ്ട്, ആ ലെഫ്റ്റ് സൈഡ് മുഴുവനായി നമുക്ക് കിട്ടിയത് കൊണ്ട് കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ഒന്നാമത്തെ ഇക്വേഷൻ ആക്കിയിട്ട് ഞാൻ കൊടുക്കുകയാണ്. അടുത്തത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. യൂണിവേഴ്സൽ സെറ്റ് മൈനസ് എ. അതായത് 2ഉം 4ഉം 6ഉം 8ഉം നമ്മൾ മാറ്റി നിർത്തണം. മാറ്റി നിർത്തുമ്പോൾ 1 വരും, 3 വരും, 5 വരും, 7 വരും, 9 വരും. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് ബി. ഏതൊക്കെ എലമെന്റ് മാറ്റി നിർത്തണം? 2ഉം 3ഉം 5ഉം 7ഉം മാറ്റി നിർത്തണം. 1 വരും, 4 വരും, 6 വരും, 8 വരും, 9 വരും. അടുത്ത സ്റ്റെപ്പ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. 2 സെറ്റിലെയും എലമെന്റുകൾ നമ്മൾ എന്ത് ചെയ്യുക? ചേർത്ത് എഴുതുക. ആവർത്തിച്ച് വരുന്നത് ഒരു തവണ മാത്രമേ വരാൻ പാടൂ. സെറ്റ് 1 വരും,
3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും, 8 വരും, 9 വരും. ഇതിനെ ഇക്വേഷൻ നമ്പർ 2 ആക്കാണ്, കാരണം റൈറ്റ് സൈഡ് മുഴുവനായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 1, 2 ഇക്വേഷൻ നോക്കിയാൽ രണ്ടും എന്താണ്, ഒരേ ആൻസർ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? Therefore A intersection B all complement equal to A complement union B complement. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. Let U be the set of all triangles in a plane. U എന്ന് പറയുന്നത് ഒരു പ്ലെയിനിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്ന എല്ലാ ട്രയാങ്കിൾസിന്റെയും കളക്ഷൻ ആണ്. A is the set of all triangles with at least one angle different from 60 degree. A എന്ന് പറയുന്ന കളക്ഷനിലുള്ള ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണ്? അതിലെ ഒരു ആംഗിൾ എങ്കിലും മിനിമം 60 ഡിഗ്രി എന്ന് പറഞ്ഞ ആശയം ഇല്ലാത്തത് ആയിരിക്കും. നമുക്ക് വേണ്ടത് എന്താണ്? ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയമാണ് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെന്റിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്ന കളക്ഷനകത്തുള്ള ട്രയാങ്കിൾസുകൾ എന്ന് പറയുന്നത് ആംഗിൾസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ആംഗിള് 60 ഡിഗ്രി എന്ന് പറയുന്ന ആശയത്തിൽ നിന്നും മാറി നിൽക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ എന്താലോചിച്ചാൽ മതി? അതിന്റെ കോംപ്ലിമെന്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആകുന്ന ട്രയാങ്കിൾസുകളുടെ കളക്ഷൻ എടുത്താൽ മതി. ആ ട്രയാങ്കിൾസിന് നമ്മൾ പ്രത്യേകം ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ ആശയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ഷൻ ഓഫ് ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് എന്ന് പറഞ്ഞ ആശയമാണ് വരുന്നത്. ഇപ്പോൾ കോംപ്ലിമെന്റ് നമുക്ക് എന്ത് പറയാം? എ കോംപ്ലിമെന്റ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ്. അടുത്ത ചോദ്യം പബ്ലിക് എക്സാമിനേഷന് വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കാം. യൂണിവേഴ്സൽ സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റ് തന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെന്റ് കാണണം, ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഒരു വെരിഫിക്കേഷൻ കാര്യം നമുക്ക് ചെയ്യുവാനുണ്ട്. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിമോർഗൻസ് ലോയുടെ ഒരു പാർട്ടാണ് നമുക്ക് ചെയ്യുവാനുള്ളത്. അപ്പോൾ ആദ്യം എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം ഒന്ന് കണ്ടുപിടിക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും എയിലെ എലമെന്റ് മൈനസ് ചെയ്യുക. എയിൽ ബി, സി, ഡി, ഇ എന്ന് പറഞ്ഞ കാര്യമാണ് ഉള്ളത്. ഈ എലമെന്റുകളെല്ലാം യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി വരുന്നത് എ വരും, എഫ് വരും, ജി വരും. അടുത്തത് ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. യൂണിവേഴ്സൽ സെറ്റിൽ നിന്നും ബിയിലെ എലമെന്റുകൾ മൈനസ് ചെയ്യുക. ബിയിൽ ആകെയുള്ളത് എയും സിയും ജിയും ആണ്. അപ്പൊ ആ 3 എലമെന്റുകൾ നമ്മൾ മൈനസ് ചെയ്യുക. മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി വരും, ഡി വരും, ഇ വരും, എഫ് വരും. അപ്പൊ യു മൈനസ് ബി എന്ന് പറഞ്ഞ ആശയം വരും. ബിയും ഡിയും ഇയും എഫും ആണ് നമുക്ക് എന്ത് ചെയ്യുക കിട്ടുന്നത്. അപ്പോൾ എ കോംപ്ലിമെന്റ് കണ്ടു, ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടു. ഇനി നമുക്ക് ഇത് വെരിഫൈ ചെയ്യണം. ഇത് വെരിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുക. എ യൂണിയൻ ബി എന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പോൾ രണ്ട് സെറ്റിലെയും എലമെന്റുകൾ എന്ത് ചെയ്യുക? നമ്മൾ ലിസ്റ്റ് ചെയ്ത ഫോമിൽ എഴുതുക. ആവർത്തിച്ച് വരുന്നത് ഒരു തവണ മാത്രം എഴുതുക. അതായത് രണ്ട് സെറ്റിനകത്ത് നോക്കുമ്പോൾ എ ഉണ്ട്, ബി എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, സി എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്, ഡി എന്ന് പറയുന്നതുണ്ട്, ഇ എന്ന് പറയുന്നതുണ്ട്, അതുപോലെ ജി എന്ന് പറയുന്ന കാര്യം ഉണ്ട്. അടുത്തത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. അതായത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എ യൂണിയൻ ബിയുടെ എലമെന്റുകൾ മൈനസ് ചെയ്യുക. അതായത് എയും ബിയും സിയും ഡിയും ഇയും ജിയും നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അതിനകത്ത് ആകെ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ, എഫ് എന്ന് പറയുന്ന കാര്യം മാത്രം. അടുത്ത് ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. മറ്റു ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ നേരിട്ടിട്ടാണ് അവിടെ അങ്ങനെ ഇന്റർസെക്ഷന്റെ കാര്യം എഴുതിയത്. അതിന് കാരണം എന്താ? എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് നമുക്ക് ചെയ്താൽ മതി? ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എ യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് ഇനി വേണ്ടത്. അത് നേരിട്ടിട്ട് കണ്ടുപിടിക്കാൻ എ കോംപ്ലിമെന്റും ബി കോംപ്ലിമെന്റും അറിഞ്ഞാൽ മതി. അത് അറിയാവുന്നത് കൊണ്ടാണ് നേരിട്ടിട്ട് എന്ത് പറഞ്ഞത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കുന്നത്. രണ്ട് സെറ്റും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. കോമൺ ആയ എലമെന്റ് ഏത് മാത്രമേ ഉള്ളൂ? എഫ് എന്ന് പറയുന്ന എലമെന്റ് മാത്രമേ അവിടെ എന്തുള്ളൂ? കോമൺ ആയത് വരുന്നുള്ളൂ. അപ്പോൾ ഇന്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതും എന്ത് തന്നെയാണ്? എഫ് എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. രണ്ട് ആൻസറും സെയിം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണിത്.
u equal to set of all x such that x is an integer, comma -4 less than x less than 4. u എന്ന് പറയുന്ന ആശയം നമുക്ക് തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. അതുപോലെ തന്നെ എ എന്ന് പറയുന്ന സെറ്റും ബി എന്ന് പറയുന്ന സെറ്റും ഇവിടെ തന്നിരിക്കുന്നത് സെറ്റ് ബിൽഡർ ഫോമിലാണ്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ആദ്യം എന്ത് ചെയ്യണം? റോസ്റ്റർ ഫോമിലേക്ക് ആക്കണം. നമ്മുടെ സബ് ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എയിൻ്റെയും ബിൻ്റെയും റോസ്റ്റർ ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എയിൻ്റെയും ബിൻ്റെയും മാത്രം പോരാ, നമുക്ക് യൂണിവേഴ്സൽ സെറ്റിൻ്റെ കാര്യം കൂടി കിട്ടിയാലേ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വെരിഫിക്കേഷൻ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പം നമുക്കിനി അതിൻ്റെ ഓരോ ആൻസറുകളിലേക്കായിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം, എ എന്ന് പറയുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻഡിജർ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇൻഡിജേഴ്സിന്റെ കളക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. 0 ആവാം, 3 ആവാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള ഇൻഡിജേഴ്സ് ആവാം. അപ്പോൾ നമ്മുടെ കളക്ഷൻ ഏതൊക്കെയാണ് വരിക? 0 വരും, 1 വരും, 2 വരും, 3 വരും. ബി എന്ന് പറയുന്ന സെറ്റ് set of all x such that x is an integer, -3 less than x less than 1. -3യുടെയും 1ൻ്റെയും ഇടയിലുള്ള ഇൻഡിജേഴ്സ് ആണ് നമുക്ക് ലിസ്റ്റ് ചെയ്യാനുള്ളത്. -2 വരും, -1 വരും, 0 എന്ന് പറഞ്ഞ ആശയം വരും. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം കൂടി നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നതിൻ്റെ റോസ്റ്റർ ഫോം എഴുതാണ്. യൂണിവേഴ്സൽ സെറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? -4ൻ്റെയും 4ൻ്റെയും ഇടയിലുള്ള ഇൻഡിജേഴ്സുകളാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യാനുള്ളത്. ഏതൊക്കെ ഇൻഡിജേഴ്സുകളാണ് വരിക? -3 വരും, -2 വരും, -1 വരും, 0 വരും, 1 വരും, 2 വരും, 3 എന്ന് പറഞ്ഞ ആശയം വരും. നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാനാണ് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ആ വെരിഫിക്കേഷൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എ യൂണിയൻ ബി എന്ന് പറഞ്ഞ കാര്യം ചെയ്യുക. എ യൂണിയൻ ബി ചെയ്യുന്ന സമയത്ത് -2 വരും, -1 വരും, 0 വരും, 1 വരും, 2 വരും, 3 വരും. അടുത്തത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്, അതായത് യു മൈനസ് എ യൂണിയൻ ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് നമ്മൾ -2, -1, 0, 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സുകളൊക്കെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ടാവും? -3 എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്ത് കളയും. എ കോംപ്ലിമെന്റ് എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കുക. യു മൈനസ് എ. 0, 1, 2, 3 എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ഈ പറഞ്ഞ എലമെന്റുകളെല്ലാം അവിടെ നിന്ന് പോകും. ബാക്കി വരുന്നത് -3, -2, -1. ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് യു മൈനസ് ബി. -2, -1, 0 അവിടെ നിന്ന് മൈനസ് ചെയ്ത് പോകും. അപ്പൊ ഈ 3 എലമെന്റുകൾ അതിൽ നിന്ന് മൈനസ് ആയി പോകും. ബാക്കി വരുന്നത് -3, 1, 2, 3. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയി കാണുന്ന എലമെന്റ് ഏത് എലമെന്റ് മാത്രമേ ഉള്ളൂ? -3 എന്ന് പറഞ്ഞ എലമെന്റ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങളിവിടെ നോക്കുക, ഇവിടെ കിട്ടിയ ആൻസർ എന്താണ്? കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് -3 ആണ്. അതുപോലെ എ യൂണിയൻ ബി കോംപ്ലിമെന്റും എന്താണ്? -3 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഡിമോർഗൻസ് ലോ വെരിഫിക്കേഷൻ വരുന്ന ഭാഗത്ത് 3 ക്വസ്റ്റ്യൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിൽ യുവും എയും ബിയും ഒക്കെ നമുക്ക് റോസ്റ്റർ ഫോമിലാണ് തന്നിരുന്നത്. അതിനകത്തുള്ള എലമെന്റുകളെല്ലാം നമ്പേഴ്സ് ആയിരുന്നു. വേറെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, അതിൽ യുവും എയും ബിയും ഒക്കെ റോസ്റ്റർ ഫോമിലാണ് ഉണ്ടായിരുന്നത്. അതിലെ എല്ലാ എലമെന്റുകളും ലെറ്റേഴ്സുകളായിരുന്നു. മൂന്നാമത് ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു, അതിലെ യുവും എയും ബിയും എല്ലാം സെറ്റ് ബിൽഡർ ഫോമിലായിരുന്നു. അപ്പം നമ്മളതിനെ റോസ്റ്റർ ഫോമിലേക്ക് ആക്കിയിട്ടാണ് കാര്യങ്ങൾ ചെയ്ത് മുമ്പിലേക്ക് പോയത്. ഈ 3 രീതിയിൽ ഏതെങ്കിലും ഒരു മോഡലിലാണ് പബ്ലിക് എക്സാമിനേഷന് ക്വസ്റ്റ്യൻ സാധാരണയായി വരാറുള്ളത്. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ. ഒരു വെൻ ഡയഗ്രം നമുക്കിവിടെ തന്നിട്ടുണ്ട്. ആ വെൻ ഡയഗ്രത്തിലെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് 1 മുതൽ 13 വരെയാണ്. എയും ബിയും നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതണം. അപ്പോൾ വെൻ ഡയഗ്രം തന്നാൽ എങ്ങനെ റോസ്റ്റർ ഫോം എഴുതാം എന്നതിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ ഒരു ചോദ്യം വരുന്നത്. രണ്ടാമത്തത് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. അടുത്ത ചോദ്യം, ഫൈൻഡ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിൽ എത്ര എലമെന്റുകൾ ഉണ്ടായിരിക്കും? വെൻ ഡയഗ്രം ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഈ വെൻ ഡയഗ്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക്
എയും ബിയും റോസ്റ്റർ ഫോമിലേക്ക് ആക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റിലേക്ക് നമുക്കൊന്ന് പോവാം. എ എന്ന് പറയുന്ന സെറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇതിനകത്ത് കാണുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3, 4, 6, 10. അപ്പോൾ എന്റെ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത് 3, 4, 6, 10. അതുപോലെ ബി എന്ന് പറയുന്ന കാര്യം നോക്കുക. ബി എന്ന് പറയുന്ന ഈ ഒരു ക്ലോസ്ഡ് ഫിഗറിനകത്ത് വരുന്നത് 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്. 2, 3, 4, 5, 11. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ യു അറിയാം, എ അറിയാം, ബി അറിയാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആശയം ചെയ്യുക. എ യൂണിയൻ ബി എന്ന് പറഞ്ഞ കാര്യം എഴുതുമ്പോൾ അതിൽ 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 10 വരും, 11 എന്ന് പറഞ്ഞ ആശയം വരും. അടുത്ത അതിന്റെ കോംപ്ലിമെന്റ് കാണും. എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് എ യൂണിയൻ ബി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബിയിലുള്ള എലമെന്റുകളെല്ലാം യുവിൽ നിന്ന് മൈനസ് കഴിയുമ്പോൾ ബാക്കി നിൽക്കുന്നത് 1 എന്ന് പറഞ്ഞ എലമെന്റ് വരും. 2 മുതൽ 6 വരെയുള്ള എലമെന്റുകളിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ബാക്കി പിന്നെ 7 വരും, 8 വരും, 9 വരും. 10ഉം 11ഉം ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇനി വരുന്ന കളക്ഷൻ ഉൾപ്പെടുത്താൻ പാടില്ല. ബാക്കി 12 വരും, 13 എന്ന് പറഞ്ഞ ആശയം വരും. അപ്പോൾ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കിട്ടിക്കഴിഞ്ഞു. അടുത്തത് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ കാര്യം ചെയ്യാം. യു മൈനസ് എ, അതായത് 3, 4, 6, 10 എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അപ്പോൾ 1 വരും, 2 വരും, 5 വരും, 7 വരും, 8 വരും, 9 വരും, 11 വരും, 12 വരും, 13 എന്ന് പറഞ്ഞ ആശയം വരും. ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു യു മൈനസ് ബി. യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് 2ഉം 3ഉം 4ഉം 5ഉം 11ഉം മൈനസ് ചെയ്യുക. 1 വരും, 6 വരും, 7 വരും, 8 വരും, 9 വരും, 10 വരും, 12 വരും, 13 വരും. അടുത്ത സ്റ്റെപ്പ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. രണ്ടിലും കോമൺ ആയി വരുന്ന എലമെന്റുകൾ മാത്രം നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്യുക. രണ്ട് സെറ്റിലും 1 ഉണ്ട്, അതുപോലെ തന്നെ 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, 13 എന്ന് പറഞ്ഞ ആൻസർ ഉണ്ട്. ഇപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം കിട്ടി. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിന്റെ ആൻസറും എ യൂണിയൻ ബി കോംപ്ലിമെന്റിന്റെ ആൻസറും ഒന്ന് ചെക്ക് ചെയ്യുക. 1, 7, 8, 9, 12, 13. 1, 7, 8, 9, 12, 13. രണ്ടും ഒരുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore, A union B complement equal to A complement intersection B complement. മൂന്നാമത്തെ സബ് ക്വസ്റ്റിൽ നമുക്ക് ചെയ്യാനുള്ളത് N of A intersection B or complement ആണ് ചെയ്യാനുള്ളത്. നമ്മൾ ആലോചിക്കേണ്ട കാര്യം യൂണിവേഴ്സൽ സെറ്റിൽ 1 മുതൽ 13 വരെ, അപ്പോൾ ആകെ 13 എലമെന്റുകളാണ് ഉള്ളത്. ഇവിടെ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ആശയത്തിൽ ഇല്ലാത്ത എലമെന്റുകളുടെ കളക്ഷനാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വരിക. അപ്പോൾ ഇതിൽ ആ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന കാര്യം വെൻ ഡയഗ്രം ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 4ഉം മാത്രമാണ് ഇന്റർസെക്ഷനിൽ നിലനിൽക്കുന്നത്. ആ 2 എലമെന്റുകളും മാറ്റി ബാക്കി വരുന്ന എല്ലാ എലമെന്റുകളും എവിടെ വരും? അതിന്റെ കോംപ്ലിമെന്റിൽ വരും. വെൻ ഡയഗ്രം ഒബ്സർവേഷനിലൂടെ തന്നെ നമുക്ക് എന്ത് ആശയം പറയാം? N of A intersection B complement equal to 11. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഡ്രോ ആൻ അപ്രോപ്രിയേറ്റ് വെൻ ഡയഗ്രാം ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ വെൻ ഡയഗ്രത്തിലൂടെയുള്ള ഒരു ചിത്രീകരണം നമ്മൾ നൽകണം. ആദ്യം ചെയ്യാനുള്ളത് എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. വെൻ ഡയഗ്രത്തിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ആശയം എടുക്കുക. യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്നു. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. എ ബി. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഈ റൗണ്ട് ചെയ്ത 2 ഫിഗറുകളും മുഴുവനായിട്ട് എന്ത് വരും? എ യൂണിയൻ ബി എന്ന് പറഞ്ഞ ആശയത്തിൽ വരും. നമുക്ക് വേണ്ടത് എന്താ? അതിന്റെ കോംപ്ലിമെന്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? എയും ബിയും അല്ലാതെ വരുന്ന ബാക്കി ഭാഗം മാത്രം എന്ത് ചെയ്ത് കാണിക്കേണ്ടി വരും? നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിക്കേണ്ടി വരും. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു റീജിയൻ ആണ് എന്തായിട്ട് വരുന്നത്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ കാര്യമാണ്. അതിന്റെ വെൻ ഡയഗ്രം വരയ്ക്കുമ്പോൾ റെക്ടാങ്കിൾ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുത്തു. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ക്ലോസ്ഡ് ഫിഗറിനകത്തുള്ളതല്ലാതെ ബാക്കിയെല്ലാം, അതായത് പുറത്തുള്ള എല്ലാതും നമുക്ക് എന്ത് വരും? ഷെയ്ഡഡ് കേസുകളായിട്ട് കയറി വരും. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഈ ക്ലോസ്ഡ് ഫിഗറിന്റെ പുറത്തുള്ള എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഷെയ്ഡ് ചെയ്യേണ്ടി വരും.
കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് നമുക്ക് ചെയ്യാനുള്ളതെങ്കിൽ രണ്ടും ഉൾപ്പെടുന്ന ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയിലില്ലാത്ത ഈ പോർഷൻസുകൾ കയറി വരും, അതുപോലെ തന്നെ എയിലില്ലാത്ത ഈ ഭാഗങ്ങൾ കയറി വരും. ഇപ്പൊ നമ്മൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഭാഗമാണ് രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ ഭാഗത്തിൽ കയറി വരുന്നത്. ഇത് ശരിക്ക് എന്തിനു തുല്യമായിട്ട് തന്നെയാണ് വരുന്നത്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഫിഗർ ഒന്ന് നോക്കൂ. അതേ ഷെയ്ഡഡ് റീജിയൻ തന്നെയാണ് ഞാൻ ഇവിടെയും എന്ത് ചെയ്ത് ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ വെൻ ഡയഗ്രത്തിലൂടെയുള്ള ഒരു ചിത്രീകരണം നമ്മൾ കൊടുക്കുന്നത്. നമുക്കറിയാം ഡിമോർഗൻസ് ലോ പ്രകാരം എന്താണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയമാണ്. മൂന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് വെൻ ഡയഗ്രത്തിലൂടെ ചിത്രീകരിക്കണം. ഒരു റെക്ടാംഗിൾ എന്ന് പറഞ്ഞ ആശയം നമ്മൾ എടുത്തു, യൂണിവേഴ്സൽ സെറ്റ് ആക്കി എടുത്തു. എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു, ബി എന്ന് പറയുന്ന സെറ്റ് എടുത്തു. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഈ ഒരു ഭാഗമാണ് എ ഇന്റർസെക്ഷൻ ബി വരിക. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിന്റെ പുറത്തേക്കുള്ള എല്ലാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഷെയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി ഒഴികെ ബാക്കി എല്ലാ ഭാഗവും എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ കാര്യത്തിൽ കയറി വരും. നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത് കാണിക്കുന്ന ഈ ഒരു റീജിയൻ ആണ് എന്തായിട്ട് വരുന്നത്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ കാര്യമായിട്ട് കയറി വരുന്നത്. ഈ ഒരു സെക്ഷൻ ഒഴികെ ബാക്കിയെല്ലാം എന്തായാലും നമുക്ക് ഷെയ്ഡഡ് റീജിയനിലേക്ക് കയറി വരും. നാലാമത്തെ സബ് ക്വസ്റ്റ്യനിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം വെൻ ഡയഗ്രത്തിലൂടെ ചിത്രീകരിക്കാനാണ്. ഒരു റെക്ടാംഗിൾ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുത്തു, യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് എടുത്തു, രണ്ട് ക്ലോസ്ഡ് ഫിഗേഴ്സ് എടുത്തു, ഒന്ന് എയും ഒന്ന് ബിയും ആയിട്ട് എടുത്തു. നമുക്കിനി വേണ്ടത് എ കോംപ്ലിമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ഫിഗറിന്റെ പുറത്ത് കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും, ബി കോംപ്ലിമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൗണ്ട് ഫിഗറിന്റെ പുറത്ത് കിടക്കുന്ന എല്ലാ ഭാഗങ്ങളും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എ കോംപ്ലിമെന്റ് പറയുമ്പോൾ ഈ റീജിയൻ അതിൽ വരും, അതേപോലെ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഈ റീജിയൻ അതിനകത്ത് വരും. അപ്പൊ രണ്ടും കൂടി തമ്മിലുള്ള യൂണിയൻ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ എടുക്കുന്ന സമയത്ത് ഈ ഇന്റർസെക്ഷൻ നിൽക്കുന്ന ഭാഗം മാത്രമേ നിലനിൽക്കുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഈ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീജിയൻ ആണ് എന്തായിട്ട് വരുന്നത്? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയമായിട്ട് കയറി വരുന്നത്. ഇത് ശരിക്കും എന്തിനു തുല്യം തന്നെയാണ്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയത്തിന് തുല്യം തന്നെയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള മോഡൽസുകളാണ് ലാസ്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള 4-5 ക്വസ്റ്റ്യൻസുകൾ. പിന്നെ വെൻ ഡയഗ്രത്തിലൂടെ ചിത്രീകരണമൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ നല്ലപോലെ ചെയ്തു പഠിക്കുക. അടുത്ത സെക്ഷൻസുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.